ഹായ് ഹലോ എല്ലാവർക്കും മിനീസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കൊറിയർ ചെയ്യുന്ന DTDC വഴിയും പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയുമാണ്. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് ബ്യൂട്ടി റെഡിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. നല്ലപോലെ റെഡ് ഷെയ്ഡൊക്കെ കയറിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത്ര സൈസൊക്കെ വരുന്ന ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 ആണ്. അടുത്ത വെറൈറ്റി തായ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിന് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണ്. നെക്സ്റ്റ് വെറൈറ്റി ട്രൈ കളറിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതൊന്നും അധികം ഹൈറ്റ് വെക്കുന്ന വെറൈറ്റി അല്ല. മാക്സിമം ഈ ഒരു ഹൈറ്റൊക്കെ ട്രൈ കളറിനൊക്കെ ഹൈറ്റ് വെക്കത്തുള്ളൂ. നല്ല പോലെ ഷെയ്ഡൊക്കെ കയറിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. റേറ്റ് വരുന്നത് 280 രൂപയാണ്. അടുത്ത വെറൈറ്റി വീനസ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. അല്ല മെഹ്റാ മെറൂൺ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ്. ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പം നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 350 രൂപയാണ്. അടുത്തത് ബാർബി പിങ്ക് ആണ്. ബാർബി പിങ്കിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 240 രൂപയാണ്. ഇതിൻ്റെ തന്നെ വലിയ പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഈ ഒരു സൈസൊക്കെയാണ് വരുന്നത്. നല്ല വലിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയും സൈസുള്ള ബാർബി പിങ്കിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 300 രൂപയാണ്. അപ്പോൾ ഈ ഒരു 2 സൈസിലാണ് നമുക്ക് ബാർബി പിങ്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത വെറൈറ്റി ബാർബി റെഡ് ആണ്. ബാർബി റെഡിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. നല്ല റെഡ് ഷെയ്ഡുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ബാർബി റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്. അടുത്തത് സെൻസ്റ്റാർ അല്ല മഹാഷെട്ടി എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന സെൻസ്റ്റാറിൻ്റെ പ്ലാന്റാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 270 രൂപയാണ്. അടുത്തത് തൈറോയിഡിൻ്റെ പ്ലാന്റാണ്. നല്ല റെഡ് ഷെയ്ഡൊക്കെ കയറിയിട്ടുള്ള ഈ ഒരു സൈസൊക്കെ വരുന്ന തൈറോയിഡിൻ്റെ പ്ലാന്റാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ആ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ മാറി നല്ല റെഡ് ഷെയ്ഡ് ലിപ്സിലെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്. അടുത്ത പ്ലാന്റ് പിങ്ക് സോഡിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. ഇതൊക്കെ ഈ ഒരു ഹൈറ്റൊക്കെ വെക്കുള്ളൂ. ഇതിൽ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന വെറൈറ്റി അല്ല. അപ്പോൾ പിങ്ക് സോഡിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 രൂപയാണ്. അടുത്ത പ്ലാന്റ് പിങ്ക് കുങ്കും എന്ന് പറയുന്ന ഐഡിയയിൽ നമുക്ക് വന്നിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ ഫ്ലവർ വരുന്നത് മെച്യൂർഡ് പ്ലാന്റ് ആകുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ നല്ല പിങ്ക് ഷെയ്ഡ് ഈ ഒരു പ്ലാന്റിൽ കണ്ടില്ല, നല്ല പിങ്ക് ഷെയ്ഡ് കയറി വരും. അപ്പോൾ ഇത്രയും സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 260 രൂപയാണ്. അടുത്ത പ്ലാന്റ് ഫയർ റെഡ് ആണ്. ഫയർ റെഡിൻ്റെ നല്ല ഷെയ്ഡൊക്കെ കയറിയിട്ടുണ്ട്. ലീവ്സിലൊക്കെ റെഡ് ഷെയ്ഡൊക്കെ കയറി തുടങ്ങിയിട്ടുള്ള ഫയർ റെഡിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്. അടുത്തത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ്. ഇത് കണ്ടില്ല, നല്ല സൈസുള്ള വലിയ മദർ പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 250 രൂപയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതിൻ്റെ ലീഫിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം വലിപ്പം ഉണ്ടെന്ന്. അടുത്ത പ്ലാന്റ് 10 ക്യാരറ്റ് ആണ്. 10 ക്യാരറ്റിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റുകളാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 270 രൂപയാണ്. അടുത്ത വെറൈറ്റി പിങ്ക് സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. മെച്യൂർഡ് പ്ലാന്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉള്ള മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിന് ഇതുപോലെ നല്ല ഷെയ്ഡൊക്കെ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ സൈസ് ഈ ഒരു സൈസൊക്കെ വരുന്നത്. ഇതിന് സൈഡിൽ ഷൂട്ടൊക്കെ വരുന്നുണ്ട്. ചില പ്ലാന്റുകൾക്കൊക്കെ ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പിങ്ക് സ്പ്ലാഷിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 270 ആണ്.
അടുത്ത വെറൈറ്റി ഇത് ഡയമണ്ട് പിങ്കിൻ്റെ പ്ലാന്റ് ആണ്. ഹൈറ്റ് കുറവാണ്, പക്ഷെ നമുക്കിതിനകത്ത് ഒരുപാട് ഷൂട്ട്സ് ഉണ്ട്. ഈ ഒരു പ്ലാന്റിലാണെങ്കിൽ ഒരു 3-4 ഷൂട്ട്സൊക്കെ ഉണ്ട്. നല്ല ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്, പക്ഷെ ഹൈറ്റ് കുറവാണ്. ഇങ്ങനത്തെ ഡയമണ്ട് പിങ്കിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വേറൊരു പ്ലാന്റാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു 4 ഷൂട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 ആണ്. അടുത്തത് ഗ്രീൻ ലിസയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ആ വൈറ്റ് ഡോട്ടുള്ളിടത്ത് പിങ്ക് ഷെയ്ഡും കൂടെ കയറി വന്നിട്ടുണ്ട്. മിക്ക പ്ലാന്റ്സിലും ആ ഒരു ഷെയ്ഡ് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്. അടുത്തത് പൂന വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 230 രൂപയാണ് പൂന വൈറ്റിന് റേറ്റ് വരുന്നത്. അടുത്തത് ഫ്യൂജി റെഡിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡാർക്ക് റെഡാണ്, നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 250 രൂപയാണ്. അടുത്തത് റോട്ടാൻഡൻ ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിലൊരു പിങ്ക് ലൈൻസ് വന്നിട്ടുണ്ട്, വെയിൻ പോലെ. അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. ഇതിലിപ്പോൾ 2 ഷൂട്ടുണ്ട്. മിക്ക പ്ലാന്റ്സിലും നമുക്ക് ഷൂട്ട്സ് വരുന്നു, പെട്ടെന്ന് ഷൂട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് റോട്ടാൻഡൻ ടൈഗർ. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 രൂപയാണ്. അടുത്തത് ഡയമണ്ട് റെഡിൻ്റെ പ്ലാന്റാണ്. ഒരുപാട് വലിയ പ്ലാന്റ് ഒന്നും അല്ല, ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത്. റേറ്റ് വരുന്നത് 200 രൂപയാണ്. നല്ല റെഡ് ഷെയ്ഡൊക്കെ ഉള്ള പ്ലാന്റാണ്. അടുത്തത് ഹെങ്ങിൻ്റെ പ്ലാന്റാണ്. ഹെങ്ങിൻ്റെ നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റാണ്, വലിയ പ്ലാന്റ് തന്നെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഹെങ്ങിൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 230 രൂപയാണ്. അടുത്തത് മിൽക്കി വൈറ്റിൻ്റെ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 രൂപയാണ്. അടുത്തത് പിങ്ക് ഡാൽമൻഷൻ്റെ പ്ലാന്റാണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിന് വരുന്നത്. ഇതിൻ്റെ ഒക്കെ ഷൂട്ട് സൈഡിൽ വരുന്നുണ്ട്, ചെറിയ ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പിങ്ക് ഡാൽമൻഷൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്. അടുത്ത പ്ലാന്റ് പിങ്ക് അരോറയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ്. നല്ല പോലെ ആ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ കയറിയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 രൂപയാണ്. അടുത്ത വെറൈറ്റി കോബ്രയുടെ പ്ലാന്റാണ്. കോബ്രയുടെയും മദർ പ്ലാന്റ് സൈസിലുള്ള വലിയ പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റുകൾക്ക് വരുന്നത്. അപ്പോൾ കോബ്രയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്. അടുത്തത് പീച്ച് പനാമയുടെ മദർ പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഈ ഒരു സൈസൊക്കെയാണ് വരുന്നത്. ഇതിനിപ്പോൾ സൈഡിലൊരു ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് പീച്ച് പനാമയൊക്കെ. അപ്പോൾ ഇത്രയും സൈസുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് അന്തിനിയുടെ പ്ലാന്റും നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഇതാണ് അന്തിനിയുടെ പ്ലാന്റ്. ഇതും നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്, മദർ പ്ലാന്റ് തന്നെയാണ് ഇതും. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം എന്തോരം വലിപ്പമുള്ളൊരു പ്ലാന്റ്. ഇതിൻ്റെ ലീഫിൻ്റെ വലിപ്പം കണ്ടില്ല, നല്ല സൈസുള്ള ലീഫാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഇതിൻ്റെ സൈഡിലിപ്പോൾ ഒരു 2 ഷൂട്ട് ഈ ഒരു സൈഡിൽ തന്നെ വരുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഒരു ഷൂട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന അന്തിനിയുടെയും പീച്ച് പനാമയുടെയും പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നമ്മളപ്പോൾ പ്രൈസും കാര്യങ്ങളും പറയുന്നതാണ്. കുറച്ച് റേറ്റുള്ള വെറൈറ്റിയാണിത്. അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റ്സാണ് നമുക്കിന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് അയക്കുന്നതിന് മുമ്പായിട്ട് ഏത് പ്ലാന്റാണോ നിങ്ങൾക്ക് അയക്കുന്നത് ആ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ കാണിച്ചേക്കുന്ന അതേ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.